ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, ദൈവസന്നിധിയിൽ അടുത്തു വരുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ദൈവം ഇന്നൊരുക്കിയ സാവകാശത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജീവിതത്തിൽ കടന്നു പോകുന്ന വിവിധ സന്ദർഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തിരുവചനത്തിന് മുമ്പ് നിൽക്കുന്ന രാത്രികൾ മറ്റ് രാത്രികളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നെണ്ണാനുള്ള വിവേകം നമുക്ക് ദാനം ചെയ്യട്ടെ. ദൈവവചനത്തിലെ വിവിധങ്ങളായ ഭാഗങ്ങളെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ ഈ പങ്ക്തിയിലൂടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ ചിന്താവിഷയം യേശു ഭവനത്തിൽ വന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്. നമ്മൾ പറയും, കഴിഞ്ഞ ആഴ്ച ഇന്നാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു, ഞങ്ങൾക്കതിൻ്റെ സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു, ശാന്തി ഉണ്ടായിരുന്നു, അനുഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നാർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോയി, ആകെ പ്രശ്നമായി. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും സന്ദർശനത്തെക്കുറിച്ച് പറയുന്ന വിശദീകരണങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് യേശു ഒരു ഭവനത്തിൽ ഉണ്ടായാൽ, യേശു ഒരു വീട്ടിൽ വന്നാൽ അവിടെ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾ എന്തെല്ലാമാണ്, അവിടെ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടാകും, അവിടെ എന്തെല്ലാം ശ്രേഷ്ഠതകളുണ്ടാകും, അവിടെ എന്തെല്ലാം ഗുണങ്ങളുണ്ടാകും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ പങ്കുവയ്ക്കുന്നത്. യേശു വീട്ടിൽ വന്നാൽ, അതാണ് ഇന്നത്തെ ചിന്താവിഷയം. ദൈവവചനത്തിൽ മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളാണ് അതിന് ആധാരം. ആത്മീയ ഗോളത്തിൽ എല്ലാവർക്കും പരിചിതമായ ഒരു വേദഭാഗമാണ്. ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കബർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്ക് പോലും ഇടയില്ലാതെ വണ്ണം പലരും വന്നു കൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എല്ലാവർക്കും പരിചിതമായ ഈ വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം യേശു കബർന്നഹൂമിലെ ഭവനത്തിലുണ്ട് എന്ന ശ്രുതി പരന്നു. ഈ വേദഭാഗം സഭാവിശ്വാസികൾ മിക്കവാറും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് നോമ്പിലെ നാളുകളിൽ പക്ഷവാതക്കാരന് കർത്താവ് സൗഖ്യം കൊടുത്തതിനെക്കുറിച്ച് ചിന്തിക്കുന്ന നാളുകളിലൊക്കെ ഈ വേദഭാഗം വായിക്കും. ഇന്നത്തെ ഈ ഒരു സംഭവമല്ല പ്രധാന വിശദീകരണം. യേശു വീട്ടിൽ വന്നാൽ ഉണ്ടാകുന്ന അനുഭവം എന്താണ്? 1, കബർന്നഹൂമിലെ വീട്ടിൽ യേശു ചെന്നു. യേശു ഉള്ള വീട് ഒരു പബ്ലിസിറ്റിയും കൊടുത്തതല്ല, ഒരു നോട്ടീസും അടിച്ചതല്ല, ഒരു സോഷ്യൽ മീഡിയയിലും വിശദീകരണങ്ങൾ ഇല്ലായിരുന്നു. വോൾ പോസ്റ്റോ ബാനറോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം. എന്നാൽ യേശു കബർന്നഹൂമിലെ വീട്ടിലുണ്ട് എന്നറിഞ്ഞപ്പോൾ വലിയ അഭൂതപൂർവമായ ജനത്തിരക്കുണ്ടായി. കർത്താവ് എവിടെയുണ്ടോ അവിടെ ജനം വന്നുകൂടും. ഇത് തന്നെത്താൻ വന്നതാണ്. ആരും വിളിച്ചു കൂട്ടിയതോ ആരും ക്ഷണിച്ചതോ ആരും അനൗൺസ് ചെയ്തതോ അല്ല. താനേ വിരിയുന്ന പൂക്കൾക്ക് സൗരഭ്യം കൂടും, തല്ലി വിരിയിക്കുന്നവർക്ക് ആ സൗരഭ്യം ഉണ്ടാവില്ല. ഇത് യേശുവുള്ള ഭവനത്തിൽ അതിൻ്റെ ശ്രുതി എല്ലായിടത്തും ഉണ്ടാവും. ഇതാണ് ആ ദേശത്തെ ഒരു സാക്ഷ്യമാണിത്. കർത്താവ് ആ ഭവനത്തിൽ വന്നു. അവിടെ വാതിൽക്കൽ പോലും ഇടവില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവരോട് അവൻ തിരുവചനം പ്രസംഗിച്ചു. അപ്പോഴാണ് 4 ആളുകൾ ചുമന്നുകൊണ്ടുവന്ന പക്ഷവാതക്കാരനായ രോഗിയുടെ ചിത്രം. അവിടെ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരണം എന്നാഗ്രഹമുണ്ട്. ഈ പേഷ്യൻറ്റിനെ യേശു സന്നിധിയിൽ എത്തിക്കണമെന്നുണ്ട്. പക്ഷേ തിരക്ക് കാരണം പോകാൻ പറ്റുന്നില്ല. വാതിൽക്കൽ തള്ളായതുകൊണ്ട് അങ്ങോട്ട് കയറാനും പറ്റുന്നില്ല. അപ്പോഴാണ് വീടിൻ്റെ മേൽക്കൂര ഇളക്കുന്നതും അതുവഴി താഴേക്ക് ഇറക്കുന്നതും കർത്താവ് അവന് സൗഖ്യം കൊടുക്കുന്നതൊക്കെ. പക്ഷവാതക്കാരനോട്
മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനതിന് കൂടിയിരുന്ന നേതാക്കന്മാർ അതിനെ വിമർശിച്ചു. ആ വാക്കിന് പാപം ക്ഷമിക്കാനല്ലല്ലോ അവനിപ്പോൾ വന്നിട്ടുള്ളത്. അവനിപ്പോൾ വന്നിട്ടുള്ളത് അവന് ശാരീരിക സൗഖ്യത്തിന് വേണ്ടിയാണ്. എന്നാൽ കർത്താവ് അതിന് വിശദീകരണം കൊടുത്തു. ശാരീരികമായ അസ്വസ്ഥതകളും ജീവിതത്തിൻ്റെ പാപവും തമ്മിലുള്ള ബന്ധമുണ്ട് എന്നാണ് ഇന്നത്തെ ഈ സംഭവത്തിൽ നിന്നോട് പഠിപ്പിക്കുന്നത്. പക്ഷേ അവിടെ കർത്താവ് ചെയ്തത് 3 തരത്തിലുള്ള രക്ഷയാണ് ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി ആവശ്യം. ഒന്ന്, അവൻ്റെ പാപക്ഷമയാണ്. പാപക്ഷമ സംഭവിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ശാരീരികമായ സൗഖ്യമുണ്ടെങ്കിൽ പോലും പാപക്ഷമ ലഭിച്ചില്ലെങ്കിൽ അവൻ എന്നും അസ്വസ്ഥനായിരിക്കും. അവൻ്റെ അസ്വസ്ഥത ശരീരത്തിലും വെളിപ്പെടും. ഇവിടെ യേശു അവന് പാപക്ഷമ കൊടുക്കുകയാണ്. രണ്ടാമത് ശാരീരിക രക്ഷയാണ്. അതാണ് അസുഖത്തിൽ നിന്നുള്ള വിടുതൽ. ശാരീരിക അസുഖത്തിൽ നിന്നുള്ള വിടുതൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം എന്നില്ല. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ചിലപ്പോൾ ശാരീരികമായ അസുഖങ്ങൾ പൂർണ്ണമായി വിടുവിക്കപ്പെടണമെന്നില്ല. എന്നാൽ ഇവിടെ അവന് ശാരീരിക സൗഖ്യവും കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി ആവശ്യമുള്ളത് 3 തരത്തിലുള്ള രക്ഷയാണ്. ശാരീരികമായ രക്ഷ, അവൻ്റെ പാപക്ഷമ, മാനസിക രക്ഷ. ചിലർക്ക് ശാരീരികമായ അസുഖങ്ങളില്ലായിരിക്കാം, പക്ഷേ മനസ്സിന് അസ്വസ്ഥതകളാണ്. ഈ മാനസിക അസ്വസ്ഥതകളും വിടുതൽ കിട്ടാൻ കർത്തൃസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലേണ്ടതുണ്ട്. ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് 3ഉം സിദ്ധിച്ച സംഭവമാണിത്. അപ്പോൾ കർത്താവ് വീട്ടിൽ വന്നാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ, കബർദഹോമിലെ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ ഗുണം, അവന് ആത്മരക്ഷ ഉണ്ടായി, അവന് ശാരീരിക സൗഖ്യമുണ്ടായി, അവന് മാനസിക സുഖമുണ്ടായി. അങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ മടങ്ങുകയാണ്. ഇതാണ് പറഞ്ഞു. കണ്ടവരെല്ലാവരും ഇത് കണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ കർത്താവ് ഒരു ഭവനത്തിൽ വന്നാൽ കൂടുന്നവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായി പ്രാർത്ഥനയുടെ ഉള്ളടക്കം ഇതായിരിക്കണം: കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ വരണം. യേശു വീട്ടിൽ വന്നാൽ നിനക്ക് ആത്മരക്ഷയുണ്ടാകും, ശാരീരികമായ സൗഖ്യമുണ്ടാകും, മനസ്സിന് സ്വസ്ഥതയുണ്ടാകും. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടാകും. ഇതാണ് യേശു വീട്ടിൽ വന്ന ഒന്നാമത്തെ സംഭവം, കബർന്നഹൂമിലെ ഭവനത്തിലെ കർത്താവിൻ്റെ സാന്നിധ്യം. രണ്ടാമത് നാം കാണുന്നത് ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 9-10 വാക്യങ്ങളാണ്. ലൂക്കോസ് 19-ാം അധ്യായം അതിൻ്റെ 9ഉം 10ഉം വാക്യങ്ങൾ. ഇതും യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകൊണ്ട് ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയ ആടിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും അറിയാവുന്ന, ചെറിയ സൺഡേ സ്കൂൾ പഠനകാലം മുതൽ അറിയാവുന്ന സംഭവമാണ് സഖായിയുടെ ഭവനത്തിൻ്റെ രക്ഷ. അവന് ആവശ്യത്തിന് പണമുള്ള ആളായിരുന്നു. അവന് നല്ല പദവിയുള്ള ആളായിരുന്നു. അവന് നല്ല വീടുള്ള ആളായിരുന്നു. സാമ്പത്തിക സൗകര്യമുള്ള ആളായിരുന്നു. എന്നാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും അവൻ എന്തിൻ്റെയോ ഒരു കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് കർത്താവിനെ കാണാൻ താല്പര്യപ്പെട്ടത്. യേശു അവന് അവിടെ വഴിക്ക് വെച്ച് ഒരു സമാധാനം കൊടുക്കാതെ കർത്താവ് പറഞ്ഞു, ഞാനിന്ന് നിൻ്റെ വീട്ടിലേക്ക് വരികയാണ്, നിൻ്റെ പ്രശ്നം എന്താണ്, നിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ച് വഴിയിൽ വെച്ച് തന്നെ അവന് വേണമെങ്കിൽ സൗഖ്യം കൊടുക്കാമായിരുന്നു, അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കാമായിരുന്നു. പക്ഷേ കർത്താവ് അങ്ങനെ ചെയ്തില്ല. അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കാണുന്നത്. 9ഉം 10ഉം വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: യേശു അവൻ്റെ ഭവനത്തിൽ ചെന്നു.
എന്നിട്ട് പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അവന് പണം കിട്ടിയപ്പോൾ വീടിന് രക്ഷ വന്നില്ല. നമ്മൾ ചിലപ്പോൾ പറയും, എനിക്ക് സാമ്പത്തികമായി ഇപ്പോൾ കുറച്ച് സൗകര്യമൊക്കെ ആയി, എൻ്റെ വീട് രക്ഷപ്പെട്ടു. എനിക്കൊരു ജോലിയില്ലായിരുന്നു, ജോലി കിട്ടി, അവൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. എനിക്കൊരു വീടില്ലായിരുന്നു, വീട് വെച്ചു, അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞേക്കാം. ഇവനിതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവൻ രക്ഷപ്പെട്ടില്ല. യേശു എന്ന് അവൻ്റെ വീട്ടിൽ ചെന്നുവോ അന്നാണ് ആ വീടിന് രക്ഷയുണ്ടായത്. സ്നേഹിതരെ, അപ്പോൾ അവൻ കർത്താവ് ഒരു പിരിവും ചോദിച്ചില്ല അവനോട്. പക്ഷെ അപ്പോൾ അവൻ്റെ മനസ്സാക്ഷിക്ക് പ്രയാസമുണ്ടായിട്ട് അവൻ അങ്ങോട്ട് പറയാണ്, കർത്താവേ, ഞാൻ അന്യായമായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇരട്ടിയായി കൊടുക്കാം. 4 ഇരട്ടിയായി കൊടുക്കുന്നു. അവൻ്റെ പ്രസ്താവനകളെല്ലാം ആ കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളതൊന്നും അല്ല പ്രശ്നം. കർത്താവ് അത് സമ്മതിച്ചോ ഇല്ലെന്നൊന്നും അല്ല അവിടുത്തെ വിഷയം. അവൻ്റെ ആ മാനസിക ഒരുക്കമാണ്. അവനങ്ങനെ ഇതുവരെ ആർത്തിയോടെ വല്ലവൻ്റെയും കിട്ടണമെന്ന് മാത്രം ആഗ്രഹിച്ചിരുന്നവൻ ആർത്തി മൂത്ത് വട്ടുപിടിച്ച ധാരാളം മനുഷ്യരുടെ സമൂഹത്തിൽ ഇവൻ ആർത്തിയോട് സമ്പാദിച്ചതൊക്കെ തിരികെ കൊടുത്തുകൊള്ളാം എന്ന് പറയുന്നൊരു ഭാഷയിലേക്ക് അവൻ്റെ മനോഭാവം മാറിയപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവൻ്റെ വീടിൽ നിന്ന് രക്ഷ വന്നു. നമ്മുടെ മനോഭാവങ്ങളാണ് നമ്മുടെ വീടുകൾക്ക് രക്ഷ ഇല്ലാതാക്കുന്നത്. യേശു വീട്ടിൽ വന്നാൽ ആ വീടിന് രക്ഷയുണ്ടാകും. സ്നേഹിതരെ, നിൻ്റെ ഭാര്യയും കുഞ്ഞും നിൻ്റെ വീടും നിൻ്റെ സമ്പാദ്യവും സമ്പത്തും എല്ലാം ഉണ്ടെങ്കിലും കർത്തൃ സാന്നിധ്യം ഏത് വീട്ടിലുണ്ടോ അവിടെയാണ് രക്ഷ. അല്ലാത്ത പക്ഷം നീ സമ്പാദിച്ചതും ഉണ്ടാക്കിയതും ഒന്നും ആർക്കും പ്രയോജനമില്ലാതെ അത് ഇങ്ങനെ പോകും. അതുകൊണ്ട് യേശു വീട്ടിൽ വന്നാലുള്ള രണ്ടാമത്തെ പ്രത്യേകത ഇതാണ്. യേശു വീട്ടിൽ വന്നാൽ ആ വീടിന് രക്ഷയുണ്ടാകും. 3. യേശു വീട്ടിൽ വന്നപ്പോൾ സംഭവിച്ച 3-ാം സംഭവം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും കർത്താവ് ചെയ്ത ലോകത്തിലെ ആദ്യത്തെ അത്ഭുതമെന്ന് നമ്മൾ പറയുന്ന, എന്നാൽ അടയാളം എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുന്ന സംഭവമാണ് കാനാവിലെ കല്യാണ വിരുന്നിൻ്റെ സംഭവം. ഇതും എല്ലാവർക്കും മനഃപ്പാഠമാണ്. പക്ഷെ അത് സംഭവിച്ചതും ഒരു വീട്ടിൽ വെച്ചാണ്. ഒരു വീട്ടിൽ വെച്ച് നടന്ന അത്ഭുതമാണ്, വീട്ടിൽ വെച്ച് നടന്ന അടയാളമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ ചെന്ന് കർത്താവ് ചെയ്ത അത്ഭുതം. അവിടെ സംഭവത്തിൻ്റെ സീരിയസ്നെസ് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ പോലുള്ള കാറ്ററിംഗ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് ഭവനത്തിൽ തന്നെ ഇതെല്ലാം ഒരുക്കുന്ന നാളിൽ എല്ലാം ക്രമീകരിച്ച ശേഷം അവിടെ ആളുകൾ തിരക്കിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു കുറവ് വന്നത്. മനുഷ്യന് മുമ്പിൽ ആക്ഷേപപാത്രമാകാൻ ഇനി എന്ത് വേണം? ഓടിച്ചെന്ന് എങ്ങൊന്നും വാങ്ങാനാവില്ല, ഇതെങ്ങൊന്നും പരിഹരിക്കാനാവില്ല, പോട്ടെ സാരമില്ല എന്ന് പറയാനാവില്ല, ആളുകൾക്കിത് കൊടുക്കാതിരിക്കാനും പറ്റില്ല. ജനങ്ങൾ പറയുന്നത് എന്തൊക്കെ ആക്ഷേപമായിരിക്കും. നീ എന്തുകൊണ്ടിത് കരുതിയില്ല? വളരെ കാൽക്കുലേറ്റഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശേഷിയുള്ള വീട്ടുകാരൻ എന്തുകൊണ്ട് ഇത് മാത്രം കരുതിയില്ല? ആളിനെ വിളിച്ചതനുസരിച്ച് എന്തുകൊണ്ട് ഇത് സൂക്ഷിച്ചില്ല? ധാരാളം ചോദ്യങ്ങൾ അവൻ്റെ മുമ്പിലുണ്ടാവാം. വേർത്ത് വിഷണ്ണനായി ഭാരപ്പെട്ട് കഴിയേണ്ട, നിന്ദാപാത്രമായി തീരേണ്ട ഒരു മനുഷ്യൻ. പക്ഷേ യേശു അവിടെ ഒരു വലിയ കാര്യം ചെയ്ത് തൻ്റെ അടയാളങ്ങളുടെ ആദ്യമായി ചെയ്ത സംഭവം ഒരു വീട്ടിൽ ചെയ്ത അത്ഭുതമാണ്. നിന്ദാപാത്രമാകേണ്ട വീടുകാരെ അവൻ മാനപാത്രമാക്കി മാറ്റി. യേശു വീട്ടിൽ വന്നാൽ സംഭവിക്കുന്ന 3-ാം കാര്യം ഇതാണ്. യേശു നിൻ്റെ വീട്ടിൽ വന്നാൽ നിൻ്റെ വീട്ടിലെ കുറവുകൾ പരിഹരിക്കും, നിൻ്റെ വീട്ടിലെ പോരായ്മകൾ പരിഹരിക്കും. മറ്റുള്ളവൻ്റെ മുമ്പിൽ ആക്ഷേപപാത്രമാകാനുള്ളതിനെ അവൻ പരിഹാസപാത്രമാക്കാതെ നിന്നെ അഭിമാനപാത്രമാക്കും.
കൂടി വന്ന ജനങ്ങളെല്ലാം ആക്ഷേപിക്കേണ്ടതിന് പകരം എല്ലാവരും വീട്ടുകാരനെ വിളിച്ച് അഭിനന്ദിക്കുകയാണ്. ഇതെവിടെ നിന്ന്? ഇതിത്രയും എങ്ങനെ നീ സൂക്ഷിച്ചു വെച്ചു? ഇതുവരെ നീ ഇത് സൂക്ഷിച്ചു വെച്ചത് എങ്ങനെയാണ്? ഇതുവരെ കഴിച്ചതിനേക്കാൾ വ്യത്യസ്തമാണല്ലോ പുതിയത്. അങ്ങനെ അഭിനന്ദനങ്ങളുടെ പ്രവാഹമായി. സ്നേഹിതരെ, എന്തുകൊണ്ടാണിത്? ആ വെള്ളം അവിടെ നേരത്തെ ഉണ്ടായിരുന്നു, ആ പാത്രം അവിടെ നേരത്തെ ഉണ്ടായിരുന്നു, ബാക്കി സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ലായ്മയിൽ നിന്ന് ഒരു വലിയ സൃഷ്ടി സംഭവിച്ചു. അവിടെ ഒരു രൂപാന്തരം സംഭവിച്ചു. സാദാ വെള്ളത്തിൽ നിന്ന് അത്ഭുതകരമായി വീഞ്ഞുണ്ടായി. കാനാവിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം ധാരാളം വ്യാഖ്യാനങ്ങളും ധാരാളം സംഭവങ്ങളും ധാരാളം കഥകളും ധാരാളം പ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ ഒറ്റക്കാര്യം മാത്രമേ ഞാൻ ഓർപ്പിക്കുന്നുള്ളൂ. യേശു വീട്ടിൽ വന്നാൽ നിൻ്റെ നിന്ന മാറും. യേശു വീട്ടിൽ വന്നാൽ നീ പരിഹാസപാത്രമാകേണ്ടതിനെ അതിനെ മാനപാത്രമാക്കി അവൻ രൂപാന്തരപ്പെടുത്തും. നീ അറിയാതെ തന്നെ നിൻ്റെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാകും. നമ്മൾ ലോകത്തിലുള്ള എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിക്കും. ലോകത്തിലുള്ള നമുക്കറിയാവുന്നവരെയും അറിയാൻ വയ്യാത്തവരെയും എല്ലാവരെയും നമ്മൾ ആളെ കൂട്ടാൻ വേണ്ടി ക്ഷണിക്കും. നമ്മൾ നമ്മുടെ വലിപ്പം കാണിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിക്കും. നമ്മുടെ വലിപ്പം കാട്ടാൻ വേണ്ടി ഒരു പരിചയമില്ലാത്തവരെയും നമ്മൾ ക്ഷണിക്കും. പക്ഷേ ക്ഷണിക്കേണ്ടവനെ ക്ഷണിക്കാതെ പോകുന്നു. ആരാണ് ക്ഷണിക്കപ്പെടേണ്ടവൻ? കർത്താവാണ് നിൻ്റെ അടിസ്ഥാനം. അവനെ ക്ഷണിച്ചാൽ ബാക്കിയെല്ലാം അവൻ നോക്കിക്കൊള്ളും. അതാണ് യേശു വീട്ടിൽ വന്നാൽ സംഭവിക്കുന്ന മൂന്നാം സംഭവം. അതുകൊണ്ട് കർത്താവ് വീട്ടിൽ വന്നാൽ നിൻ്റെ കുറവുകളെ പരിഹരിക്കും, നിൻ്റെ നിന്ന മാറും, നീ ആക്ഷേപപാത്രമാകേണ്ടടുത്ത് നിന്നെ മാനപാത്രമാക്കും. ഇതാണ് ക്രിസ്തു വീട്ടിൽ വന്നപ്പോൾ സംഭവിച്ച അടുത്ത സംഭവം. വീണ്ടും നമ്മൾ കാണുന്ന ഒരു ചിത്രം 4 യോഹന്നാൻ സുവിശേഷം 11 അധ്യായം 28 വാക്യം ഇങ്ങനെ വായിക്കുന്നു. തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു. വീട്ടിൽ അവളോടുകൂടി ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് കല്ലറയ്ക്കൽ കരയാൻ പോകുന്നു എന്ന് വിചാരിച്ചു. പ്രിയപ്പെട്ട സ്നേഹിതരെ, ലാസറിൻ്റെ ഉയർപ്പാണ് ഇവിടുത്തെ സംഭവം. നമുക്കറിയാവുന്ന പോലെ ലാസർ, കർത്താവിന് സ്നേഹിതനായ ലാസർ, കർത്താവിനെ പലതവണ പരിചരിച്ചിട്ടുള്ള ബഥാനിയയിലെ ഈ കുടുംബം, 3 അംഗങ്ങൾ മാത്രമുള്ള കുടുംബം. ലാസറിൻ്റെ വീട്ടിലെ സംഭവകഥ എല്ലാവർക്കും പരിചിതമാണ്. പക്ഷേ ഇവിടുത്തെ സംഭവം, അവൻ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ആളയച്ചു. പക്ഷെ വളരെ സ്നേഹിക്കപ്പെട്ട, വളരെ സ്നേഹിച്ചിരുന്ന, വളരെ കരുതിയിരുന്ന കർത്താവ് 3 ദിവസമായിട്ട് അങ്ങോട്ട് ചെന്നതേയില്ല. വളരെ വേദന തോന്നിക്കാണും. ഞങ്ങൾ ഇയാളെ എത്ര പരിചരിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾ എത്രയോ സൽക്കരിച്ചിട്ടുള്ളതാണ്, ഞങ്ങളുടെ സൽക്കാരം എത്രയോ തവണ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. എന്നിട്ട് ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ ആളെ അയച്ചിട്ട് വന്നില്ലല്ലോ. പരിഭവിച്ച് ഇരുന്നിട്ടുണ്ടാവാം. ഇപ്പോൾ സൗഖ്യമാക്കാൻ വേണ്ടിയാണ് ആളെ വിട്ടത്. പക്ഷേ സൗഖ്യമായില്ലെന്ന് മാത്രമല്ല, ആൾ മരിച്ചു. മരിച്ചെന്ന് മാത്രമല്ല, മരിച്ചു കഴിഞ്ഞ് 3 ദിവസവും കഴിഞ്ഞു. യഹൂദൻ്റെ ചിന്തയനുസരിച്ച് മരണശേഷം 3 ദിവസമൊക്കെ ശരീരവും ആത്മാവും ഒക്കെ ഇവിടെ കറങ്ങി നിൽക്കും. പക്ഷെ 3 ദിവസം കഴിഞ്ഞാൽ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനാണ്, ഇനി യാതൊരു സാധ്യതയില്ല. അങ്ങനെയുള്ള സമയത്താണ് ക്രിസ്തു കയറി ആ വീട്ടിലേക്ക് വരുന്നത്. ആ വീട്ടിൽ വരുമ്പോൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്, ആ വീട്ടുകാർ. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, സഹോദരി വന്ന് പറഞ്ഞു, യേശു വന്നിട്ടുണ്ട്. അതാണിവിടെ വായിച്ച വേദഭാഗ്യം. 11 അധ്യായം 28 വാക്യം. തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. അവൻ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു. വീട്ടിൽ അവളോടുകൂടി ഇരുന്നവർ ആശ്വസിപ്പിച്ചു. വീട്ടിലേക്ക് കടന്നു വരികയാണ് കർത്താവ്. ലാസറിനെ ഉയർപ്പിച്ചതിൻ്റെ സംഭവം അറിയാം. ഒറ്റ കാര്യം മാത്രം,
യേശു വീട്ടിൽ വന്നാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളോട് പറഞ്ഞു, മതി, കരച്ചിൽ മതി, ഗുരു വന്നിട്ടുണ്ട്. ഗുരു വീട്ടിൽ വന്നാൽ ഉണ്ടാകുന്ന നാലാമത്തെ പ്രയോജനം, നിൻ്റെ കരച്ചിൽ മാറും. നിൻ്റെ നീറുന്ന വേദനയ്ക്ക് പരിഹാരം ഉണ്ടാകും. അസാധ്യമെന്ന് കരുതുന്നത് സാധ്യമാക്കി തീർക്കും. ഒരു വിധത്തിലും രക്ഷപ്പെടില്ലെന്ന് വിചാരിച്ചത് രക്ഷപ്പെടും. ഇനി യാതൊരു മാർഗമില്ലെന്ന് വിചാരിച്ചത് ശരിയാകും. നാറ്റം വെച്ച് തുടങ്ങിയതിനെ അവൻ ഉയർപ്പിക്കും. ഇവിടെയാണ് യേശു വീട്ടിൽ വന്നാലുള്ള പ്രത്യേകത. സ്നേഹിത, നിൻ്റെ വീട്ടിൽ നീ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനെ വിളിച്ചിട്ടുണ്ടാവാം. വിളിച്ചപ്പോൾ അവൻ വന്നിട്ടില്ല. അവൻ വിളി കേൾക്കാതെ പോയിട്ടുണ്ട്. ഞാൻ പല പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ കേട്ടില്ല. ഞാൻ പല സ്ഥലങ്ങളിൽ ചെന്ന് ധ്യാനം കൂടിയിട്ടുണ്ട്, പക്ഷെ അവൻ കേട്ടില്ല. ഞാൻ നോമ്പ് നോക്കിയിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, പക്ഷേ അപ്പോഴൊന്നും കേട്ടില്ല. ഇനി ഒരു സാധ്യതയില്ലാത്തൊരു സമയം, എല്ലാം എഴുതി തള്ളിയ ഒരു സമയം, ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് മാറിയ ഒരു സമയം, തിരിഞ്ഞിടം മറിഞ്ഞിടക്കോ നിവൃത്തിയില്ലാതെ നിലവിളിച്ച എത്രയോ രാത്രികൾ. ഇതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നിരാശ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ കരച്ചിൽ മാത്രമേ കൈമുതലായിട്ടുള്ളൂ. അങ്ങനെ എല്ലാം തകർന്ന് തരിപ്പണമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക്, ആ വീട്ടിലേക്ക് യേശു വരികയാണ്. സഹോദരി എന്ന് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്. ഗുരു നിൻ്റെ വീട്ടിൽ വന്നാൽ നിൻ്റെ വീടിൻ്റെ നാറിയ അവസ്ഥയ്ക്ക് മാറ്റം വരും. ഗുരു നിൻ്റെ വീട്ടിൽ വന്നാൽ യാതൊരു സാധ്യതയില്ലാത്തിടത്ത് സാധ്യതകളുണ്ടാകും. ഗുരു നിൻ്റെ വീട്ടിൽ വന്നാൽ ദുർഗന്ധം മാറി സുഗന്ധമാകും. ഗുരു നിൻ്റെ വീട്ടിൽ വന്നാൽ കണ്ണുനീർ മാറി ആനന്ദമാകും. ഗുരു നിൻ്റെ വീട്ടിൽ വന്നാൽ നിരാശ മാറി പ്രത്യാശയാകും. അതുകൊണ്ട് കർത്താവേ, നീ ഞങ്ങളുടെ വീട്ടിൽ വരണേ. ഞങ്ങളുടെ നിരാശയെ പ്രത്യാശയാക്കി മാറ്റണേ. സാധ്യതകളില്ലാത്തതിൻ്റെ നടുവിൽ നീ സകലവും സാധ്യമാക്കുന്നവനാണ്. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. സാധ്യതയില്ലാത്ത സ്ഥലത്ത് സാധ്യതയുണ്ടാക്കുന്നവൻ. 4 വശവും നോക്കിയിട്ട് ആരെയും കാണാത്തപ്പോൾ നിരാശപ്പെടാതെ മുകളിലേക്ക് നോക്കുക. അപ്പോൾ അവൻ്റെ സാന്നിധ്യം കാണാം. അങ്ങനെയാണ് പത്മോസ് ദ്വീപിൽ യോഹന്നാൻ കഴിഞ്ഞത്. ഒരു സാധ്യതയില്ലാത്തപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി. യേശു കടന്നു വന്നപ്പോൾ അവിടെ ദർശനമുണ്ടായി, പുതിയ വെളിപ്പാടുകളുണ്ടായി, അവിടെ പുതിയ അനുഭവങ്ങളുണ്ടായി, പുതിയ അനുഗ്രഹങ്ങളുടെ വേലിയേറ്റം ഉണ്ടായി. അതാകട്ടെ ഈ മരിച്ച അവസ്ഥയിൽ, മൃതാവസ്ഥയിൽ, നാറ്റാവസ്ഥയിൽ കഴിയുന്ന നമ്മുടെ ഭവനങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അതിന് യേശു വരണം. ഇതാണ് യേശു വീട്ടിൽ വന്നാൽ ഉണ്ടാകുന്ന നാലാമത്തെ പ്രത്യേകത. നിൻ്റെ കരച്ചിൽ നിൽക്കും. 5, മാർക്കോസിൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 28-ഉം 29-ഉം വാക്യങ്ങൾ. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്കതിനെ പുറത്താക്കാൻ കഴിയാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. പ്രാർത്ഥനയിലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പയ്യനെ കൊണ്ടുവരികയാണ് ഒരപ്പൻ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഒരു പയ്യനെ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, അവൻ്റെ പ്രോബ്ലം 20-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ച് അവനെ നിലത്ത് വീണ് നുരച്ചുരുണ്ടു. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ എന്ന് പറഞ്ഞു. അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഇവിടെ കർത്തൃസന്നിധിയിലേക്ക് കൊണ്ടു ചെല്ലുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ അടുത്ത് ഒരപ്പൻ തൻ്റെ മകനെ കൊണ്ടുചെല്ലുകയാണ്. അവൻ്റെ പ്രശ്നം, അവനെ ഇടയ്ക്കിടയ്ക്ക് പിശാചി തള്ളിയിടും, അല്ലെങ്കിൽ ആരോ തള്ളിയിടും.
അവൻ വെള്ളത്തിലും തീയിലും വീഴുകയാണ്. അവൻ നുരച്ച് അവൻ്റെ ഒരു പ്രശ്നം നമ്മളൊരു പക്ഷേ ഇന്ന് കാണുന്ന ഫിറ്റ്സ് പോലെയോ ഒക്കെയുള്ള ഒരസുഖം. തീയിലും വെള്ളത്തിലും തള്ളിയിടപ്പെടുന്ന മകനെ ഓർത്ത് അപ്പൻ കരയാണ്. ശിഷ്യന്മാർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് അനേകം മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ തീയിലും വെള്ളത്തിലും തള്ളിയിടുന്നതോർത്ത് വേദനിക്കുകയാണ്, നിലവിളിക്കുകയാണ്. തീയും വെള്ളവും, ഇന്ന് പുകയും മദ്യവും മദ്യപാനവും, ഇത് തീയും പുകയുമാണ് അനേക വീടുകളിൽ. തീയിലും വെള്ളത്തിലും തള്ളിയിടുകയാണ്. അനേക ചെറുപ്പക്കാരെ വെള്ളത്തിൽ തള്ളിയിടുകയാണ്. ഇതോർത്ത് വേദനിക്കുന്ന അനേകം മാതാപിതാക്കളുണ്ട്. യേശു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, ഗുരോ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് മാറ്റാൻ പറ്റാതെ പോയത്? യേശു പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഇത് നീങ്ങില്ല. യേശു വീട്ടിൽ വന്നാൽ നിൻ്റെ മകൻ്റെ ബാധ മാറിക്കിട്ടും. അനേകം മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ബാധിച്ചിരിക്കുന്ന ബാധ കൊണ്ട് വേദനയിലാണ്. തീയിലും വെള്ളത്തിലും തള്ളിയിടപ്പെടുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ, കർത്താവ് നിൻ്റെ വീട്ടിൽ വന്നാൽ നിൻ്റെ മകനെ ബാധിച്ചിരിക്കുന്ന ബാധയ്ക്ക് പരിഹാരം ഉണ്ടാകും. അതിന് മാർഗം ഉപവാസവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്നേഹിതരെ, യേശു വീട്ടിൽ വന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ധ്യാനത്തിലൂടെ കടന്നുപോയത്. യേശു വീട്ടിൽ വന്നാൽ നമ്മുടെ രക്ഷയുണ്ടാകും. അത് ആത്മരക്ഷയും പാപരക്ഷയും ശാരീരികരക്ഷയും ഉണ്ടാകും. യേശു വീട്ടിൽ വന്നാൽ ആ വീടിന് രക്ഷയുണ്ടാകും. യേശു വീട്ടിൽ വന്നാൽ കുറവുകൾ പരിഹരിക്കപ്പെടും. യേശു വീട്ടിൽ വന്നാൽ നിൻ്റെ കരച്ചിൽ നിൽക്കും. യേശു വീട്ടിൽ വന്നാൽ നിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കും. യേശു വീട്ടിൽ വന്നാൽ നിൻ്റെ മക്കളുടെ പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകും. ഇതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ഭവനം അനുഗ്രഹവും ഐശ്വര്യമുള്ളതുമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആമേൻ.